ക്രൂശിക്കപ്പെട്ട നിമിഷം ആകാശം ഇരുണ്ടു, ഭൂമി നടുങ്ങി, എല്ലാം അവസാനിച്ചുവെന്ന് ലോകം വിചാരിച്ചു. പക്ഷേ യഥാർത്ഥ കഥ അതിൽ മാത്രം ഒതുങ്ങിയില്ല. 3 ദിവസം യേശു എവിടെയായിരുന്നു? ബൈബിൾ പറയുന്നത് ഹേഡിസ്, പഴയ നിയമത്തിൽ ഷിയോൾ. മരിച്ചവരുടെ ലോകം, ഒരു നിശബ്ദ ഇരുണ്ട സ്ഥലം. എല്ലാ മനുഷ്യരും പോകുന്നത്, നല്ലവരും ദുഷ്ടന്മാരായവരും. ശിക്ഷയ്ക്കായിട്ടല്ല, താൽക്കാലിക വിശ്രമത്തിനായുള്ള സ്ഥലം. ഹീബ്രു പദം ഷിയോൾ, ഗ്രീക്ക് പദം ഹേഡിസ്. പുതിയ നിയമത്തിൽ ഇവ ഒരുപോലെ കാണപ്പെടുന്നു. ലൂക്കോസ് 23:46 പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ശരീരം കല്ലറയിൽ, ആത്മാവ് യാത്രയിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 2:27 ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ കാണുന്നത് ഹേഡിസിൽ എൻ്റെ ആത്മാവ് ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നാണ്. ക്രിസ്തു തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചതായി 1 പത്രോസ് 3:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. എഫേസ്യൻസ് 4:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയുടെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതായും കാണുവാൻ സാധിക്കുന്നു. മരണത്തിൽ കുടുങ്ങിയവരുടെ മേൽ വിജയം പ്രഖ്യാപിച്ചു. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും താക്കോൽ കൈകാര്യം ചെയ്തു. ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ റെവലേഷൻ 1:18 കാണുന്നത് മരണത്തിൻ്റെയും ഹേഡിസിൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിൽ എന്നാണ്. ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഷിയോൾ എന്ന പദം മരിച്ചവരുടെ താൽക്കാലിക താമസ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ യേശു ചെയ്തത് മരിച്ചവരുടെ ലോകത്തിലേക്ക് ഇറങ്ങി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും താക്കോൽ ഏറ്റെടുത്തു. അദൃശ്യ ലോകത്തിൽ ദൈവിക വിജയം നേടിയതായി പ്രഖ്യാപിച്ചു. 3 ദിവസങ്ങൾ നിശബ്ദമല്ല, അതൊരു ദൗത്യം, ഒരു വിജയം. പിന്നീട് 3-ാം ദിവസം കല്ല് മാറി, ശരീരമില്ല, യേശു ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചു നിർത്താനായി.